എന്ത് പരിപാടി? പാർട്ടി ഓഫീസിൽ പിന്നോട്ട് മാറ്റിയ ജാഥയൊക്കെ നടത്തുന്ന റോഡിൽ നിന്ന്. പിന്നെ എഴുതിയേക്കുന്ന എന്താന്ന് വായിച്ചു നോക്കടാ. ഇരുചക്ര വാഹനങ്ങൾ റിപ്പയർ ചെയ്ത് റിപ്പയർ. എന്നാ ആദ്യം നിങ്ങൾ മലയാളം നേരെ എഴുത്. റിപ്പയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോ ഞാൻ എന്റെ ഉദ്ദേശം മനസ്സിലാവുമല്ലോ. എങ്ങനെ മനസ്സിലാവും? നിങ്ങളെ മെക്കാനിക്കാണെന്ന് ആൾക്കാർക്ക് ഇത് വായിക്കും മനസ്സിലാവും. അത് കിട്ടുമ്പോ മനസ്സിലാവും. ഞാൻ അത് അതിനുള്ള പണിയും ഞാൻ ചെയ്യും. ഇപ്പൊ എന്ത് പറ്റി ഇങ്ങനെ ഒരു തോന്നൽ വരെ? പണിയില്ലടാ. എങ്ങനെ വരും? 10 വണ്ടി പറഞ്ഞതിൽ 9 എണ്ണം പറഞ്ഞു വിടും. ഒരെണ്ണം വാ എന്ന് പറഞ്ഞിട്ട് അതും വല്ല പഞ്ചർ ഒട്ടിക്കാനോ വല്ലായിരിക്കും. പാടാണ്. ഉപദേശം എടുത്തിട്ടാ ഞാൻ ഈ പണിക്ക് ഇറങ്ങി. എന്നെ ഇനി ആക്കാൻ നിൽക്കുന്നത്. ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന ആൾക്കാരും ശ്രദ്ധിക്കൂല. കുറച്ച് റീച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റ ഉണ്ടോ? ഉണ്ട്. അക്കൗണ്ട് ഉണ്ടോ? പിന്നെ തടിയുണ്ടോണ്ട്. റീല് മാത്രം കണ്ടാ പോരെ. ഇടയ്ക്ക് ഇതിന്റെ ലോക്കം തോന്നും. അത് 35-60. 35-60. അതൊന്നും വേണ്ടെന്ന്. അതൊക്കെ താഴ്ത്തി പോയി. ഇത് മാത്രം മതി. ഈ കണ്ണുരുട്ടാതാണ്. നിങ്ങളൊന്ന് ചെറുതായിട്ട് നിങ്ങളെ കണ്ട് പണി ചെയ്യാൻ ആള് വരണം. അപ്പോഴത്ര നീറ്റായിരുന്നില്ല. ഒരു മാന്യനായ വ്യക്തിയെ പോലെ തോന്നണം. അത് കണ്ടാൽ തോന്നൂല. ഫോട്ടോയിലെങ്കിലും തോന്നട്ടെ. ഒന്നും ഉണ്ടാവേ. പാവം നിഷ്കളങ്ങനെ പോലെ. അണ്ണാ ഇനിയേ നമുക്ക് ഒരു വീഡിയോ എടുക്കാം. എടുത്തോ. നിങ്ങൾ പറഞ്ഞ ഏതേ വണ്ടിയെ കൈകാണ്ട് ഞാൻ പതുക്കെ വീഡിയോ എടുക്കാം. ഒരു വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാനുണ്ട്. ഒന്ന് വരാമോ വീട് വരെ? അതെ, ബൈക്ക്. ഇവിടെ അടുത്താണോ? ഇത്തിരി അടുത്താണ്. നീ വരുന്നോ? എനിക്ക് വേറെ ആവശ്യമുണ്ട്. ശരി എന്നാ പോണേ. നമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വിളിച്ചു പോവാം. അവരോട് ആര് പറഞ്ഞു ഈ കുന്ത്രാണ്ടാവ് എടുത്തോണ്ട് റോഡിൽ പോയി നിൽക്കാൻ? എന്നോട് വന്ന് 2000 രൂപ ചോദിച്ചു. അപ്പൊ ഏട്ടൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഇറക്കാൻ ആണവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇതും പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറെ വണ്ടിയും പണി കിട്ടുമെന്ന്. അതുകൊണ്ട് എന്താ നല്ല പണി കിട്ടിയില്ല. എന്തോരം പൈസ നല്ല പണി കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഗോതമുട്ട അകത്ത് കിടക്കാം. എന്ത് എടി ഇവൻ പണിയെന്ന് പറഞ്ഞിട്ട് ചെന്നതല്ലോ. 2 കള്ളന്മാരെ വിളിച്ചോണ്ട് പോയി ഒരു വീട്ടില് ബൈക്ക് കുത്തി തുറന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയി. അവർ CC ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അയ്യോ പാട്ടും പാടിയേ പോയത്. സ്റ്റേഷനിൽ എന്തോ പണിയാന്ന് പറഞ്ഞിട്ട്. പോലീസുകാർക്കൊന്ന് പണിയാവും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ആ വീട്ടുകാരുടെ കൈയും കാലും പിടിച്ചേ. ഞാൻ പറഞ്ഞ് ഇവന് അങ്ങനെയുള്ള ഒരാളല്ല. ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ വർക്ക്ഷോപ്പ് നടത്താനുള്ള ശ്രമമായിരുന്നു. അതിനിടെ ഞാൻ വന്നവരവനെ ഉടായ്പപ്പെടുത്തിയെന്ന് പറഞ്ഞു. എന്റെ അനുവാദമില്ലാതെ ഏരി വിട്ടു പോരുന്നു. നോക്കാന്നാ അല്ല നിക്ക. ഭർത്താവിനാണ് അവനൊക്കെ കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും ദോഷമുണ്ട്. സർക്കിൾ പിടിച്ച് നന്നായിട്ടൊന്ന് വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. മനസ്സിലായല്ലേ? പക്ഷെ അറിയണ്ട, ചെറിയ പേടിയിരിക്കട്ടെ. എനിക്കൊരു കാര്യം പറയണ്ടേ, നീ ഉപദേശം ആയിക്കോ. പക്ഷെ ഇല അറിഞ്ഞ് സദ്യ വിളമ്പണം പറയല്ലേ. ഇവനെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. പൊല്ലാപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇവന്റെയൊക്കെ കൂടപ്പറപ്പാണ്. അതിന് എവിടെ പോയാലും പൊല്ലാപ്പായിട്ട് തന്നെ അവൻ്റെ അവിടെ ഉണ്ടാവും. നിന്റെ അനിയല്ലേടാ, അപ്പൊ അതുണ്ടാവും. ജാതിയുടെ തൂത്താ പോവും. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത് കേട്ടാ. അത്ര പിടിച്ചില്ല.